ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കഥത്തി കിളിക്കുണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ നികേഷും നിധിയും കൂടി രാവിലെ കോളേജിലേക്കും അതുപോലെ തന്നെ നിധി അവളുടെ വർക്കിനും വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ ബസ് സ്റ്റോപ്പിലേക്ക് വരികയായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മളെ അഖില്, അതായത് നമ്മളെ നീതുവിൻ്റെ ഏട്ടനും അവരുടെ ഫ്രണ്ട്സും കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അഖിൽ അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെ അടുത്തേക്ക് വരുന്നുണ്ട്, എന്നിട്ട് ഇവരെ വിരട്ടുന്നുണ്ട്. അവിടെ വീട്ടിൽ വന്നപ്പോൾ നിനക്ക് ഭയങ്കര വായായിരുന്നല്ലോ എന്നൊക്കെ നിധിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ ഭയങ്കരമായിട്ട് മോശമായിട്ട് നിധിയോട് സംസാരിക്കുന്നുണ്ട്. 5 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിലോ നീ താമസിക്കുന്നത്, അപ്പോൾ നിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതും തടിമാടന്മാരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ നികേഷിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവൻ അവരെ അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങുന്നുണ്ട്. പക്ഷെ നിധി സമ്മതിക്കുന്നില്ല കേട്ടോ. കൂടുതൽ വഴക്കാവെന്ന് വിചാരിച്ചിട്ട് അവൾ തടയുന്നുണ്ട്. പക്ഷെ പറ്റാവുന്നത്ര ഡയലോഗ്സ് ഒക്കെ നിധി തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഞങ്ങളെ പറ്റി മോശം പറയുന്ന വിചാരിച്ചിട്ട് അവിടെയുള്ള ആളുകളൊന്നും മോശമായി തീരുന്നില്ല. എന്തായാലും നടു റോഡിൽ വെച്ച് ഒരു പെണ്ണിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇമാതിരി വർത്താനം പറയുന്ന നിങ്ങളാണ് മോശക്കാർ. എന്തായാലും ഞങ്ങളെ വീട്ടിലുള്ളവർ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർത്താനം കഴിയുന്നുണ്ട്. പക്ഷേ നമ്മളെ നികേഷിന് ദേഷ്യം വന്നിട്ട് അടിക്കുന്നുണ്ട്. അവർ തിരിച്ചടിക്കാനും നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിധി ഒന്നിനും സമ്മതിക്കുന്നില്ല. കൂടുതൽ വഴക്കാവെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും തടയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടുന്ന് പിടിച്ച് വലിച്ച് നമ്മളെ നികേഷിനെ കൊണ്ടുവരുന്നുണ്ട് നമ്മളെ നിധി. എന്നിട്ട് നിധി പറയുന്നുണ്ട് നികേഷിനോട്, നീ കൂടുതൽ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട, എന്തായാലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ അത് കേസാവും. ഇപ്പോൾ തന്നെ നമ്മളെ സുധീഷിൻ്റെ ലൈസൻസ് പിടിച്ചു വെച്ചതല്ല, ഇനിയും കൂടുതൽ വഴക്കായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നാട്ടുകാർ നമ്മളെ വീടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവർ വിചാരിക്കും. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായതെന്ന് വിചാരിക്കും. വെറുതെ എന്തിനാ അറിയാത്ത നാട്ടുകാരെ കൂടി ഇത് അറിയിക്കുന്നത്? നമ്മളെ കാര്യം നമ്മൾക്ക് എന്തായാലും അറിയാലോ, നമ്മൾ മോശക്കാരല്ല, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നികേഷിന് ഭയങ്കരമായിട്ട് ദേഷ്യം. ഞാൻ ഇതെന്തായാലും സുധീഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തും പറയുന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളാവും, പിന്നെ അടിയാവും ബഹളാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നിധി സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഞാൻ അവരോട് പറയുന്നുണ്ട്. പക്ഷെ നിധി പറയുന്നുണ്ട്, ഇത് നീ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കും കൂടി പ്രശ്നമാവും, അപ്പം നീ പറയാൻ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും എന്നോട് പ്രോമിസ് പറയില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം പ്രോമിസ് ഒക്കെ നികേഷ് ചെയ്യുന്നുണ്ട് കേട്ടോ, വീട്ടിൽ പറയരുതെന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളെ ഭാസ്കരനച്ഛനും സുധീഷും വീട്ടിലിരിക്കുന്നുണ്ട്. ഭാസ്കരനച്ഛൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ സുധീഷിന് അറപ്പാവുന്നുണ്ട്. ഭാസ്കരനച്ഛൻ കഴിക്കുന്ന സ്റ്റൈൽ കണ്ടിട്ട് കേട്ടോ. നിലത്തൊക്കെ അതിൻ്റെ വേസ്റ്റ് ഇടുന്നുണ്ട്. അതിനൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്നതെന്ന് ഭാസ്കരനച്ഛൻ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സുധീഷ് പറയുന്നു, ഓ നിങ്ങൾക്ക് വലിയ പണിയുണ്ടല്ലോ, നിങ്ങൾ കളക്ടറാണെന്നാണ് വിചാരം എന്ന് പറയുന്നുണ്ട്. എനിക്ക് പണിയൊക്കെ ഉണ്ട്, ഞാൻ ആവശ്യത്തിനുള്ള ലോറി ഓടിച്ച് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബിവറേജിൽ കൊടുക്കാനല്ല തികയുന്നുള്ളൂ എന്നും തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ സുധീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അഡ്വക്കേറ്റാണ് വിളിക്കുന്നത്. അവരുടെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുമെന്നാണ്. അതിൻ്റെ മുന്നേ കോടതിയിൽ നാളെ വരണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളെ സുധീഷിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അവൻ പതുക്കെ അച്ഛൻ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പതുക്കെ പറയുന്നുണ്ട്, അത് കുറച്ചും കൂടി നീട്ടി വെക്കാൻ പറ്റുമോ, എനിക്ക് താല്പര്യമില്ല ആ കേസിൽ, അത് അവൾ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്, എനിക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, അത് പറ്റില്ല, നിങ്ങൾ മ്യൂച്വലായിട്ട് സമ്മതിച്ചതാണല്ലോ, ഞാനെല്ലാം അവിടെ കൊടുക്കുകയും ചെയ്തു, ഡോക്യുമെന്റ്സ് എല്ലാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വൈഫായിട്ട് സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ സുധീഷിന് എന്തായാലും വൈഫായിട്ട് സംസാരിച്ചിട്ട് റെഡി ആവാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ അഡ്വക്കേറ്റ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ആൾ ഭയങ്കര ടെൻഷനായിട്ട് സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, കോടതിയിൽ പോണ കാര്യം ആലോചിച്ചിട്ടും എനിക്കും ടെൻഷനുണ്ട്, നിങ്ങൾ ഡിവോഴ്സ് ആവണ കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. രാത്രി സുഭാഷ് ചേട്ടൻ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന കരയുന്നിട്ട് ഇപ്പോൾ നുണ പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഏട്ടൻ പറയുന്നത്, ഉറങ്ങുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഇല്ലെന്ന് നീ വിചാരിക്കരുത്, അത് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകുന്നതാണ്, പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ അങ്ങനെ ഏട്ടനെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് പോയിട്ട് അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ പോവുകയാണ്. എനിക്ക് എന്തായാലും ഇഷ്ടമുള്ള കാര്യം അവൾക്ക് അറിയില്ലല്ലോ. ഇനി അഥവാ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ അറിയുന്നതെങ്കിൽ എൻ്റെ മുൻപ് പറയാതിരുന്നത് എന്ന് അവൾ എന്നോട് ചോദിക്കില്ല, അതുകൊണ്ട് ഞാൻ പോയി പറയുകയാണെന്നൊക്കെ സുഭാഷേൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഏട്ടൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നീ എന്തായാലും പോയി പറഞ്ഞു, എന്തായാലും നുണ പറയണ്ട, നിന്റെ നുണ പറച്ചിൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമുള്ളതും കൂടി ഇല്ലാതായി പോകും, അതുകൊണ്ട് നീ എന്തായാലും കാര്യങ്ങൾ അതുപോലെ പറയുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും വിജയശ്രീ ലാളിതനായിട്ട് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പോകുന്നുണ്ട് കേട്ടോ പറയാൻ. എന്തായാലും നിധിയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അവളെ ഇറങ്ങി വരുന്ന സമയത്ത് അവളെ കൂടെ എങ്ങോട്ടെങ്കിലും പോയിട്ട് അവിടുന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാമെന്നാണ് ആൾ വിചാരിക്കുന്നത്. എന്തായാലും കറക്റ്റ് സമയത്ത് ആളവിടെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് നിധി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഓഫീസിൽ നിന്ന്. അന്നേരം അവരുടെ ബോസ് വന്നിട്ട് മുന്നിൽ വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് നിധിയോട് കയറാൻ പറയുന്നുണ്ട് കേട്ടോ. നിന്റെ വീട് വഴിയല്ലേ ഞാൻ പോകുന്നത്, അതുകൊണ്ട് അവിടെ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ദിവ്യ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ ഒന്നും ഡ്രോപ്പ് ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല, നിധിയുടെ വീട് അതുവഴി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ബാക്കിൽ നിന്ന് നമ്മൾ സുധീഷ് കേൾക്കുന്നുണ്ട്. അവന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവളെ പിക്ക് ചെയ്യാൻ അവനാരാന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും
നിധിയോട് നിധി എന്ന് വിളിച്ചിട്ട് സുധീഷ് അവിടെയുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ നിധി ഞെട്ടുന്നുണ്ട് കേട്ടോ. എങ്ങനെ സുധീഷ് ഇവിടെ എത്തി, എന്താ ഈ സമയത്ത് സുധീഷ് ഇവിടെ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അവനെ കണ്ടതോട് കൂടിയിട്ട് ബോസ് പറയുന്നുണ്ട്, ഇത് നിന്റെ ബ്രോയല്ലേ, നിന്റെ കസിനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം പിന്നെ സുധീഷ് തിരുത്താനൊന്നും നിന്നില്ല, കാരണം നിധി അവിടെ അങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചത്. എന്തായാലും അയാൾ പോകുന്നുണ്ട്, സുധീഷിന്റെ കൂടെ അവള് വന്നോളാന്നുള്ളത് സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവർ ഒരുമിച്ച് കാറിൽ പോവാണ്. സുധീഷ് ഒരു കാറൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നേരെ പോകുന്ന ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോയി ഇരുന്ന് കപ്പലണ്ടിയൊക്കെ കഴിച്ചിട്ട് സംസാരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ സുധീഷ് നിൽക്കുന്നത്. പക്ഷെ എങ്ങനെ തുടങ്ങുന്നു അവന് ഭയങ്കര ടെൻഷൻ. എന്താ സുധീഷിന് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഞാൻ പറയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നേരെ പോയിട്ട് കടലമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കടലമ്മ, ഞാൻ പറയാൻ പോവുകയാണ്, എൻ്റെ കൂടെ നിൽക്കണോ, എല്ലാം റെഡിയായാൽ മതി എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പറയാൻ നിൽക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആള് പറയുന്നുണ്ട്, എനിക്ക് നിധിയെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കുന്നതിന് മുൻപേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് നിന്റെ വീട്ടിൽ ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷം നിന്റെ കല്യാണം ശരിയായി എന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അത് നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അപ്പോൾ പോലും നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും വിധി എന്ന് പറയാമല്ലോ, നമ്മൾ ഒരുമിച്ച്. അത് കഴിഞ്ഞതിന് ശേഷവും നീ എൻ്റേത് മാത്രമാണെന്ന് ഞാൻ വിചാരിച്ചു. നീ ഇങ്ങനെ ഡിവോഴ്സ് വേണം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ നിന്നെ മാത്രമേ ഭാര്യയായിട്ട് കണ്ടിട്ടുള്ളൂ. ഇനി ഇതല്ല, നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഇയാൾ പറഞ്ഞല്ലോ ഈ ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് എന്തായാലും ഇയാൾ പോയി കഴിഞ്ഞാലും ഒരു ജീവിതമില്ല, എൻ്റെ ജീവിതം എന്തായാലും ഇയാൾ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നിധി പറയുന്നത്, അയ്യോ ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞില്ലല്ലോ സുധീഷിന് എന്നോട് ഇഷ്ടമുള്ള കാര്യം. ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെയാണ് സുധീഷിൻ്റെ മനസ്സിലും ഉള്ളത്. എന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ സുധീഷിൻ്റെ ജീവിതവും കൊളമായല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ നിധി ഇങ്ങനെ തിരിച്ചു പറയുന്നുണ്ട്. എന്തായാലും എനിക്കും സുധീഷിനെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ആ പറയൂ, എനിക്കും സുധീഷിനെ. പക്ഷെ അത്രയും നേരം സുധീഷ് മനസ്സിൽ വിചാരിച്ചത് ഒരു സ്വപ്നമായിരുന്നു കേട്ടോ, അല്ലാതെ ശരിക്കും സുധീഷ് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. അവൻ നേരെ കടലിലേക്കും കണ്ണു ചുമ്പി പ്രാർത്ഥനയിലായിരുന്നു. ആ സമയത്താണ് ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നതായിട്ട് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. എന്തായാലും നിധിയോട് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല, പറയാനുള്ളൊരു ധൈര്യം എന്തായാലും അവനില്ല. പക്ഷെ പറയാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമ്പോഴേക്കും അതൊരു സ്വപ്നമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും ആ സമയം അവളെ നിധി ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുധീഷ് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വേരുറച്ചു, ഇനി നമുക്ക് നടക്കാം, ഇവിടുന്ന് എണീക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പോവാന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ പോലും ഇനി തുറന്ന് പറയാമെന്ന് വിചാരിക്കുന്നില്ല, കാരണം മനസ്സിലൊരു പേടി, എന്തായിരിക്കും റിയാക്ഷൻ എന്ന് കൊണ്ട് ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് പറയാൻ. എന്തായാലും കടലിലേക്ക് വിളിച്ചു വരുത്തിയത് ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, നാളെ നമുക്ക് കോടതിയിൽ പോകാനുള്ളതല്ല, അപ്പം നിധിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നുള്ള ലെവലിലാട്ടോ പിന്നീട് സംസാരിക്കുന്നത്. അത് പറയുന്നത് തന്നെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അവർ നമ്മളെ സുധീഷിൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടുന്ന് കണ്ടുമുട്ടുന്നുണ്ട്. സതീഷ് എന്നാണ് അയാളുടെ പേര്. അയാളും ഒരു പെൺകുട്ടിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആ പെൺകുട്ടി പറയുന്നത്, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, ഞാൻ ഇയാളെ ഒരു ഫ്രണ്ടായിട്ടാണ് മാത്രം കണ്ടത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന സതീഷ് പറയുന്നത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പം വെച്ചിട്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ സുധീഷ് കയറി ചെല്ലുന്നത്. നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെൻ്റെ ക്ലാസ്മേറ്റ് ആണ്, അവനെ എടുത്ത് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോകുന്നുണ്ട് കേട്ടോ. അന്നേരം ഇവൻ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ 3 വർഷമായിട്ട് പരിചയമുണ്ട്, ഞങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമാണ്, ഇപ്പം ഞങ്ങൾക്ക് പ്രപ്പോസ് ചെയ്തപ്പോൾ ആൾക്ക് പറ്റില്ല എന്ന് പറയുന്നു, ഇത് എവിടുത്തെ ന്യായം, പിന്നെ എന്തിനാണ് പ്രേമ അഭിനയിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ പെൺകുട്ടി പറയുന്നത്, ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടത്, എനിക്ക് കുറച്ച് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കണം എന്നുള്ളത്, പക്ഷെ അങ്ങനെ ഒരാളല്ല ഇയാൾ, ഫ്രണ്ടായിട്ട് ഓക്കെ, പക്ഷെ എൻ്റെ പാർട്ട്ണറായിട്ട് ഞാൻ ഇയാളെ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിധിയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുമ്പോൾ നിധി ഇത് തന്നെയാണ് പറയുന്നത്, ആ കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ വെറുതെ ഫോഴ്സ് ചെയ്യുന്നത്, ഇഷ്ടമുള്ള ഒരാളല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ സുധീഷ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അയ്യോ ഇത് എൻ്റെ സിറ്റുവേഷൻ തന്നെയാണല്ലോ സതീഷിനും ഇപ്പോൾ, എന്തായാലും എൻ്റെ പോലെ തന്നെയാണല്ലോ അവൻ്റെ കാര്യങ്ങൾ, നിധിയുടെ ഭാഗത്ത് നിൽക്കുന്നത് ഇപ്പോൾ ആ പെൺകുട്ടിയും സതീഷിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സുധീഷുമാണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സതീഷ് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് പണവും പ്രതാപവും ഒന്നും ഇല്ല, അവളെ വീട്ടിൽ അതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പോൾ വേണ്ടാത്തത്, നല്ലൊരു കല്യാണക്കാരും വീട്ടിൽ ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി പറയുന്നത്, എനിക്ക് പണമൊന്നുമല്ല പ്രശ്നം, ഞാൻ എന്തായാലും ഇയാളൊരു പാർട്ട്ണറായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോഴും സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ എൻ്റെ അതേ പ്രശ്നം തന്നെയാണല്ലോ ഇവനും സംഭവിച്ചതെന്ന്, ഇവന് നല്ലൊരു ജോലിയെങ്കിലും ഉണ്ട്, എനിക്ക് അതുപോലെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
എന്തായാലും ഫൈനലായിട്ട് നിധിയോട് അയാൾ അഭിപ്രായം ചോദിക്കുമ്പോഴും നിധി ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ തന്നെ പറയൂ, ഇഷ്ടമില്ലാത്ത ഒരാളെ എങ്ങനെ ഇഷ്ടമുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവസാനമായിട്ട് സുധീഷിനോട് ചോദിക്കുമ്പോഴും നിധി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സുധീഷും അത് തന്നെയാണ് പറയുന്നത്. വെറുതെ ഇഷ്ടപ്പെടാത്ത ഒരാളെ കൂടെ ജീവിച്ചിട്ട് വെറുതെ എന്തിനാ ജീവിതം വേസ്റ്റ് ചെയ്യുന്നത്, വെറുതെ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല, നീ എന്തായാലും പോയിക്കോ, ഞാൻ നിന്നെ വിളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സതീഷിന്റെ വഴിക്ക് പോകുന്നുണ്ട്. അവസാനം നിധി പറയുന്നുണ്ട് ആ പെൺകുട്ടിയോട്, ഇയാളും പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇയാൾ മറ്റൊരു വഴിക്കും പോകുന്നുണ്ട് കേട്ടോ. അന്നേരം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മളെ സുധീഷ്, ഓ സുധീഷേ, നീയും നിന്റെ പ്രേമം പറയാതിരിക്കുന്നതാണ് ബെറ്റർ, പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിന്റെ അവസ്ഥ, നീയും ഇങ്ങനെ പോകേണ്ടി വരുന്ന മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരമാണ് നിധി ചോദിക്കുന്നത്, എന്തിനാ സുധീഷ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ആള് പറയുന്നത് കേട്ടോ. അപ്പോഴും ഈ കാര്യമല്ല പറയുന്നത്, ഇനി പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് പറയുന്നത്, അത് നാളെ കോടതിയിൽ പോകാനുണ്ടല്ലോ, അപ്പൊ നിന്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആയിക്കോട്ടെ, ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, എനിക്ക് എന്ത് ടെൻഷൻ, എനിക്കൊരു ടെൻഷനും ഇല്ല, എങ്ങനെങ്കിലും ഇതൊന്നും തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ അവള് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുധീഷ് വിചാരിക്കുന്ന പോലെയൊന്നും നിധിയുടെ മനസ്സിലില്ല എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി അല്ലേ. പക്ഷേ സുധീഷിന് സ്നേഹമുള്ള കാര്യം നിധിക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത് അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്. എനിവേ, നമുക്ക് കാത്തിരുന്ന് കാണാം കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഡിവോഴ്സിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു ദുരൂഹതയൊക്കെ കാണുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ